സാന്ദ്രത തെങ്ങ് കൃഷിയാണ് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ കൂടുതൽ തെങ്ങ് കൃഷി ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊരു 7 സെൻറ്റ് സ്ഥലമാണ്. ഈ സ്ഥലത്ത് 14 തെങ്ങിൻ തൈ വെച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ 7 സെൻറ്റ് സ്ഥലത്ത് വെറും 5 or 6 തെങ്ങിൻ തൈ വെക്കാൻ പറ്റുകയുള്ളൂ. എങ്ങനെയാണ് അത് എന്ന് നോക്കാം. അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 7 സെൻറ്റ് സ്ഥലത്ത് അഥവാ കുറഞ്ഞ സ്ഥലത്ത് തെങ്ങിൻ തൈ വെക്കുന്ന സമയത്ത് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും അരികിൽ മാത്രമേ തൈ വെക്കാൻ പാടുകയുള്ളൂ. 1. 2. JCB ഉപയോഗിച്ച് നല്ല ആഴത്തിൽ കുഴി കുത്തണം. JCB അല്ലെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിൽ മനുഷ്യന്മാർ കുഴി കുത്തുകയാണെങ്കിൽ തന്നെ ഒരു 1.5 മീറ്ററോളം അല്ലെങ്കിൽ ആഴം വേണം. നല്ല ആഴം വേണം. കാരണം ഇതിൻ്റെ വേരുകൾ വളരെയധികം കൂടുതലുണ്ടാകും. ഒരിക്കലും വേര് മുകളിൽ വരരുത്. അതുകൊണ്ടാണ് നല്ല ആഴത്തിൽ കുത്തണമെന്ന് പറയുന്നത്. 3. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വർഷത്തിൽ 2 പ്രാവശ്യം നല്ല വളമ കൊടുക്കണം, വെള്ളവും കൊടുക്കണം. വളമ എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിന് 50 കിലോ ജൈവ വളം കൊടുക്കണം. അതേപോലെ തൈ നട്ട് 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു തെങ്ങിന് 50 കിലോ ഉപ്പ് കൊടുക്കണം. ഈ 50 കിലോ ഉപ്പ് 3 വർഷം തുടർച്ചയായിട്ട് കൊടുക്കണം. കാരണം അത് വേര് പെട്ടെന്ന് ഓട്ടം കിട്ടാനും അതേപോലെ അതിൽ പാറുണ്ടെങ്കിൽ ദ്രവിച്ചു പോകാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വർഷത്തിൽ 3 പ്രാവശ്യം ഇതിൻ്റെ അരിപ്പയും അതുപോലെ തന്നെ കൊതുമ്പും വൃത്തിയാക്കണം. ചെള്ളു വരാൻ സാധ്യതയുണ്ട്. കാരണം വളരെ അടുത്ത തെങ്ങായതുകൊണ്ട് വളരെയധികം ചെള്ളു വരും. അതുകൊണ്ട് ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു സ്ഥലം 10 സെൻറ്റ് സ്ഥലത്ത് തെങ്ങ് വെക്കുന്ന സമയത്ത് സെൻറ്റർ വളരെയധികം ഒഴിവാക്കണം. സൈഡിൽ മാത്രമേ വെക്കാൻ പാടുകയുള്ളൂ. വേറെ ഒരു കൃഷിയും ഇതിൽ വെക്കാൻ പാടുകയില്ല. കാരണം ഈ തെങ്ങ് തന്നെ വളരെ അടുത്തതാണ്. അതുകൊണ്ട് വേറൊരു കൃഷിയും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നുകൂടിയും തെങ്ങിന് വളരാൻ സാധിക്കുകയില്ല. ഒരു മരങ്ങളോ വേറൊരു കൃഷിയോ ഉണ്ടാവരുത്. വെറും തെങ്ങ് മാത്രമേ വെക്കാൻ പാടുകയുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വർഷത്തിൽ 2 പ്രാവശ്യം ഉഴുതു മറിക്കണം. എന്നെങ്കിൽ മാത്രമേ വേരോട്ടം കിട്ടുകയുള്ളൂ. അതേപോലെ ഇത് വളർന്നു കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ തെങ്ങ് നല്ല വളർച്ചയുള്ള എല്ലാ തെങ്ങിനും നല്ല വളർച്ചയുണ്ടാകും. കാരണം നമ്മൾ ഒരേപോലെയാണ് നോക്കുന്നത്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കാരണവശാലും ഈ കേടുവന്ന തെങ്ങ് നിർത്തരുത്. അത് വെട്ടിക്കളയണം. എന്നിട്ട് വീണ്ടും അവിടെ പുതിയൊരു തൈ വെച്ച് കൊടുക്കണം. ഇതാണ് ഞാൻ ഒരു സാന്ദ്രത തെങ്ങ് കൃഷി ഞാൻ വെച്ച സാന്ദ്രതമായ തെങ്ങ് കൃഷി. ഇതെല്ലാം വളരെ ഉഷാറായി ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വർഷത്തിൽ 2 പ്രാവശ്യം വളമ ചെയ്യണം. ആ വളമ ചെയ്യുന്നത് വളരെ ഒരു തെങ്ങിന് 500 ഒരു തെങ്ങിന് 1 ചാക്ക് എന്ന തോതിൽ വളമ ചെയ്യണം. ഈ വളമ ചെയ്യേണ്ടത് വേനലിൽ ആദ്യം ചെയ്യണം. 2 പ്രാവശ്യം ചെയ്യേണ്ടത് വേനലിൽ ആദ്യം മാർച്ച് അവസാനത്തിൽ വളം ചെയ്യണം. അത് നല്ലവണ്ണം തെങ്ങ് തടം തുറന്നതിന് ശേഷം ജൈവവളവും അതുപോലെ തന്നെ തോലും ചെയ്യണം. അതേപോലെ മഴ പോകുന്ന അവസാനത്തിൽ ഉപ്പോ അല്ലെങ്കിൽ ചുണ്ണാമ്പോ നിങ്ങൾ കൊടുക്കണം. വളരെ ആരോഗ്യപൂർണ്ണമായ വളർച്ചയ്ക്ക് നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുപ്പിച്ച് വെച്ച തെങ്ങും വളരെയധികം നല്ല പോലെ കായ്ക്കുന്നതാണ്. ഇത് ഒരു 8 അടി അകലം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് ശ്രദ്ധിക്കേണ്ടത് അപ്പുറത്ത് നടുവിൽ വളരെയധികം ഗ്യാപ്പ് ഇടണം. നല്ല ആരോഗ്യപൂർണ്ണമായ വളർച്ച ഈ തെങ്ങിനുണ്ട്. ഇതാണ് ഈ തെങ്ങ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആദ്യത്തെ വീട് വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ സാന്ദ്രത തെങ്ങ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തണലും കിട്ടും. അതുപോലെ തന്നെ വീട് വെക്കുന്ന സമയത്ത് വീട് വെച്ച് പാർക്കുന്ന സമയത്ത് നല്ലവണ്ണം നാളികേരവും കിട്ടും എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്ഥലം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് സാന്ദ്രത തെങ്ങ് കൃഷി നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. അത് വിജയിക്കുന്നതാണ്. അത് കൂടുതൽ പരിചരണം കൊടുക്കണം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ.